പിന്നെ ഈ ചെടിയുണ്ട്, നമ്മുടെ നാട്ടിലെ ചെടികളൊക്കെ തന്നെയാണ്. പക്ഷേ ഇതൊക്കെ നിറച്ചും പൂവുണ്ടാകുന്ന ചെടിയാണ്. ഇപ്പം പൂ കഴിഞ്ഞതാണ്, പിന്നെ എന്നാലും ഇപ്പം മുട്ടിടുന്നുണ്ട്. പിന്നെ ഇതൊരു ചീര പോലത്തെ ഒരു ചെടിയാണ്. ഇത് നല്ല ചുമന്ന് വരും. പിന്നെ ഇതൊരു ചെടി, ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയത്തില്ല. ഇതൊരു പുതിയ ചെടിയാണ്. പോട്ട് നമ്മുടെ മുല്ല നിറച്ചും പൂവായിരുന്നു, പൂവെല്ലാം കഴിഞ്ഞു. പിന്നെ ഇപ്പം നമുക്കൊരു പുതിയ മുല്ലയുണ്ട്, അതിൽ നല്ല അടിപൊളി പൂക്കളുണ്ട്. പക്ഷെ അത് 14 അല്ലി ചുറ്റ് മുല്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമുക്കറിയത്തില്ല. ഇതാണ് നിറച്ചും പൂവുണ്ടാകുന്നുണ്ട്. ഇപ്പം 3ാമത്തെ ട്രിപ്പ് പൂവാണിത്. 2 ട്രിപ്പ് കഴിഞ്ഞു. 3ാമത്തെ പൂവുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ പൂവായിട്ട് വരും. ഇതുണ്ട്, അതാണ് റോസപ്പൂവാന്ന് തോന്നുന്നു. അതുപോലത്തെ പൂവാണ്. ഇത് കണ്ട ഒരു പൂവാണിത്. ഇത് കണ്ടാൽ ഒരു പൂവാണ്, പക്ഷേ ഇത് കണ്ടാൽ ഒരു റോസപ്പൂ ഉണ്ടായി നിൽക്കുകയെന്ന് തോന്നുന്നു. ഇനി അതിൻ്റെ ഉള്ളിൽ വിരിയാനുണ്ട്. പിന്നെ ഒരു ഈർക്കിലിമുല്ല ഉണ്ടായിരുന്നു. ഇത്തവണ ഇഷ്ടംപോലെ പൂ കിട്ടി, നിറച്ച് പൂവുണ്ടായി. പിന്നെ നമ്മുടെ കുറുമുഴി കുടമുല്ല പോലെ ഒരു പൂവുണ്ട്, അതും ഇതിലും പൂവുണ്ടായിരുന്നു. ഇപ്പം എല്ലാം കഴിഞ്ഞു. പൂവിൻ്റെ സീസൺ കഴിഞ്ഞ് വരിക. ഇതുകൊണ്ട് ഒരു പൂവുണ്ടാകുന്ന, നിറച്ച് പൂവുണ്ടാകുന്നൊരു ചെടിയാണ്. പിന്നെ നമ്മുടെ ചെടി, ഇതിൽ നിറച്ച് പൂവുണ്ട്. കുറവാണ്, ചൂട് നല്ല കൂടി നിൽക്കുമ്പോൾ നല്ല ഒത്തിരി പൂവുണ്ടാകും. ഈ വയലറ്റ് ചെടി, ഇതിൻ്റെ തന്നെ ഒരു വൈറ്റാണിത്. പൂവില്ല. ഇത് നമ്മുടെ തുളസി. ഇത് ചെത്തി. ഇപ്പോൾ ഒരു പൂ കഴിഞ്ഞു. ഇപ്പം അടുത്ത് ഇടവഴിയെല്ലാം പൂവുണ്ടായി വരുന്നതേ ഉള്ളൂ. പൂക്കൾ കഴിഞ്ഞു. ഇത് അതുപോലെ തന്നെ ഒരു യെല്ലോ കളർ ചെത്തിയാണ്. ഇപ്പോൾ പൂവില്ല. ഇപ്പം നമ്മുടെ ബോഗൺവില്ല പൂ കഴിഞ്ഞു. എന്നാലും കുറച്ചൊക്കെ പൂവുണ്ട്. ഇതൊരു 5 വർഷമായ ചെടിയാണ്. ഇപ്പോഴും നിറച്ച് പൂവുണ്ടാകും. അതുപോലെ അതിൻ്റെ വൈറ്റ് പൂ കഴിഞ്ഞതാണ്, ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട് അടുത്തത്. അതുപോലെ തന്നെ ഇത് നല്ലൊരു പൂ ഉണ്ടാകുന്ന ബോഗൺവില്ലയാണ്. ഇതിൽ പൂ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഗാർഡൻ. ഇവിടെയും ഒരു സാധനം ചെടി. നല്ല ചൂടുള്ള സമയമാണ്, എങ്കിലും നമ്മുടെ ചെടിയെല്ലാം നല്ല പച്ചച്ചാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗാർഡൻ.